നമസ്കാരം. വടക്കൻ ഗാസയിലെ ജബാലയയിലും തെക്കൻ ഗാസയിലെ റഫയിലും ഒരേ സമയം ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കിഴക്കൻ റഫയിലെ തെരുവുകളിലും ജബാലിയയിലും ഇസ്രായേൽ സൈന്യവുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നു എന്ന് ഹമാസും സ്ഥിരീകരണം നൽകുന്നുണ്ട്. റഫയിലെ കുവൈറ്റ് ആശുപത്രി ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെക്കും വടക്കും മേഖലകളിൽ പലസ്തീൻകാർ വീണ്ടും പലായനം ആരംഭിച്ചിട്ടുമുണ്ട്. റഫയിൽ നിന്നും 3.60 ലക്ഷം പലസ്തീൻകാർ ഖാൻ യൂനിസ് മേഖലയിലേക്ക് പലായനം ചെയ്തു എന്നാണ് UN ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 30,091 പലസ്തീൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 78,827 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ ഉണ്ടായ ആക്രമണത്തിൽ 57 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 5 മാസം മുൻപാണ് വടക്കൻ ഗാസയിലെ ദൗത്യം പൂർത്തിയാക്കി ഇസ്രായേൽ സൈന്യം പിന്മാറിയത്. അതിനു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇവിടേക്ക് ആക്രമണം ഇസ്രായേൽ സൈന്യം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇവിടേക്ക് വീണ്ടും തിരിച്ചെത്തിയ സൈന്യം ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കി പകൽ ഷെല്ലാക്രമണവും രാത്രി സമയങ്ങളിൽ ബോംബിങ്ങും ശക്തമായി തന്നെ തുടർന്നു വരികയാണ്. എന്തായാലും നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് വളരെ രൂക്ഷമായ ഒരു കരയുദ്ധത്തിന്റെ സാധ്യതകൾ തന്നെയാണ്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. വലിയ പരിക്കുകൾ പറ്റുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം മുതൽ ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്ന കാര്യത്തിൽ വരെ കൃത്യമായ പരിശീലനം ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇസ്രായേൽ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം നിർബന്ധിത സൈനിക സേവനമുള്ള രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ഇസ്രായേൽ. നിലവിൽ എന്തായാലും ഇവിടെ രൂക്ഷമായ ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പകൽ കനത്ത ഷെല്ലാക്രമണവും രാത്രികാലങ്ങളിൽ ബോംബിങ്ങുമായി ഇസ്രായേൽ ശക്തമായ തിരിച്ചടി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഈസ് ഇന്ത്യ മലയാളം.